ഷോൺ ജിൻഡോ അത് കോൺഗ്രസ്സുകാരെ കുറ്റപ്പെടുത്തുന്ന ഒന്നാണ് ഷോൺ പറഞ്ഞത്. കാരണം കോൺഗ്രസ് ആണ് അങ്ങനെ ഒരു ആരോപണം പ്രധാനമായും ഉന്നയിച്ചിരുന്നത്. അതായത് ഇത് വെറുതെയാണ്, ഇത് CPM-ഉം BJP-യും തമ്മിലുള്ള ഒരു ഡീല് മാത്രമാണ്, ഇവിടെ ഒന്നും സംഭവിക്കുകയില്ല, മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി ആ പിക്ചറിലുണ്ട്, അതുകൊണ്ട് തന്നെ അവിടെ ഒന്നും സംഭവിക്കുകയില്ല എന്ന്. പക്ഷേ ഷോൺ പറയുന്നു വളരെ സീരിയസ് ആയിട്ട് തന്നെ അന്വേഷണം മുന്നോട്ട് പോകുന്നുവെന്ന്. അതിന് തെളിവാണ് കേന്ദ്ര സർക്കാർ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടും. SFIO അന്വേഷണത്തിൽ നേരത്തെ IT കണ്ടെത്തിയ 135-ൽ നിന്ന് വീണ്ടും സംഖ്യ ഉയർന്നിട്ടുണ്ട്. 185 കോടിയിലേക്ക് അഴിമതിയുടെ കണക്ക് വന്നിട്ടുണ്ട്. രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ തകർക്കുന്ന ഒരു ഇടപാട്, സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ഇടപാട്, ഇങ്ങനെ ഒരുപാട് വർണ്ണനകളും നൽകിയിട്ടുണ്ട് ഈ റിപ്പോർട്ടിൽ കേന്ദ്ര സർക്കാർ. അപ്പോൾ നിങ്ങൾ പറഞ്ഞത് തിരിച്ചെടുക്കേണ്ടി വരുമോ? ശ്രീ മഞ്ജുഷ്, അതിൽ കോൺഗ്രസ് പറഞ്ഞ ഒരു ആക്ഷേപവും തിരിച്ചെടുക്കേണ്ടി വരില്ല. ഷോൺ ജോർജ് അദ്ദേഹം ഈ കാര്യത്തിൽ ഒരു പരാതിക്കാരൻ, ഒരു കക്ഷി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗം പറയാം. അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുക കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കട്ടെ. പക്ഷേ അതിനപ്പുറത്ത് എനിക്ക് ആദ്യത്തെ ചോദ്യമുള്ളത്, അത് BJP അല്ല ഞാൻ അഡ്രസ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, കേരളത്തിലെ CPM-ൻ്റെ നേതാക്കന്മാരെയാണ്. നമ്മൾ ഈ ചർച്ച തുടങ്ങിയ ഒരു കാലഘട്ടത്തിലും കേരളത്തിലെ ഒരു ദൃശ്യമാധ്യമ ധൈര്യപൂർവ്വം വന്ന് ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ അവർ തയ്യാറാകുന്നില്ല. ഒരൊറ്റ കാര്യം പറഞ്ഞാൽ മതിയായിരുന്നു. ഇതിപ്പോൾ 135 കോടി 185 കോടിയോ ഇനി അതിന് അപ്പുറം വർദ്ധിക്കുകയൊക്കെ ചെയ്താലും അത് എന്തോ ആകട്ടെ, അതിലൊക്കെ വർദ്ധിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കണ്ടെത്തലൊക്കെ വരുന്നതിന് മുമ്പ് ഒരു ബേസിക് ക്വസ്റ്റ്യൻ നിന്നാണ് കേരളത്തിലെ പൊതുജനങ്ങൾ ഈ ചർച്ച തുടങ്ങുന്നത്. അത് നമ്മൾ മറക്കാൻ പാടില്ല. മുഖ്യമന്ത്രിയുടെ മകൾ വീണ തൈക്കണ്ടിയിൽ എന്ത് സേവനം ചെയ്തിട്ടാണ് CMRIയിൽ നിന്ന് മാസപ്പടിയായിട്ട് പണം കൈപ്പറ്റിയത്? അതിന് ഉത്തരം കണ്ടെത്താൻ ഇതേവരെ ആർക്കും പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊരു വലിയ അത്ഭുതമല്ലേ? ലോകത്തിലെ 8ാമത്തെ അത്ഭുതമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. കാരണം കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ, CPM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ടുള്ള പിണറായി വിജയന്റെ ബൂർഷോകളായിട്ട് ഒരു രീതിയിലുള്ള ബന്ധം പാടില്ല എന്ന് തീരുമാനിക്കുന്ന പാർട്ടിയുടെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് CMRL പോലെ ഒരു കമ്പനിയിൽ നിന്ന് മാസപ്പടിയായിട്ട് തുക കിട്ടി, 1,72,00,000 രൂപ കിട്ടിയത് എന്തിന് എന്നുള്ള ചോദ്യത്തിൽ നിന്ന് തുടങ്ങിയാണ് ഇവിടം വരെ എത്തിയിരിക്കുന്നത്. എന്തായാലും അവരത് വെളിപ്പെടുത്താതിരുന്നത് ഒരു കണക്കിന് നല്ലതാണ്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തേക്ക് വരട്ടെ. ഇനി രണ്ടാമത്തത്, ഇവിടെ BJP-ക്ക് ഇതിൽ ഒഴികഴിവ് പറയാൻ പറ്റുമോ എന്നുള്ളതാണ്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് ഒഴിയാൻ പറ്റുമോ എന്നുള്ളതാണ്. പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ ആക്ഷേപം. കാരണം ഇതിൽ 2021 ജനുവരി 29 ROC-യുടെ നോട്ടീസുണ്ട് വീണ വിജയന്റെ കമ്പനിക്ക്. അതിനുശേഷം 10-15 പ്രാവശ്യം വിവിധ ഘട്ടങ്ങളിലായിട്ട് വീണ വിജയന് പേഴ്സണലും അവരുടെ കമ്പനിക്കും നിരവധി കത്തിടപാടുകൾ നടത്തുന്നു, ചോദ്യങ്ങൾ ചോദിക്കുന്നു. CPM-ന്റെ നേതാക്കന്മാരൊക്കെ ഒരു കാലഘട്ടത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത് വീണ വിജയനെയും അവരുടെ കമ്പനിയുടെയും ഭാഗം കേട്ടിട്ടില്ല എന്നാ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് 2022 7-ാം മാസം 6-ാം തീയതി വീണ വിജയൻ ഒരു പ്രതിനിധി അയച്ചു മറുപടി കൊടുക്കുന്നു. അതിനുശേഷം അതിൽ തൃപ്തികരമല്ല എന്ന് പറയുമ്പോൾ അവർ അതേ മാസം തന്നെ 22-ാം തീയതി വീണ വിജയൻ നേരിട്ട് ഹാജരായിക്കൊണ്ട് മറുപടി കൊടുക്കുന്നു. അപ്പോൾ ഇവരെ ഓരോ കാലഘട്ടത്തിലും വീണ വിജയനെയും അവരുടെ കമ്പനിയെയും കേട്ടിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമുക്കറിയാം. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലുള്ള ഒരു വിഷയത്തിൽ, അതൊരു ക്വാസി ജുഡീഷ്യൽ ഫോറമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ കണ്ടെത്തലുള്ള ഒരു വിഷയത്തിൽ കൃത്യമായിട്ട് മറുപടി പറയാൻ പറ്റാത്ത രീതിയിൽ പണം വാങ്ങിയിട്ടുള്ള വീണ വിജയനെതിരെ 2021 തുടങ്ങിയുള്ള പ്രൊസീജിയർ ഇന്ന് 2025 ജനുവരി മാസം 12-ാം തീയതി എത്തുമ്പോഴും ഇപ്പോഴും അത് തുടരുന്നേ ഉള്ളൂ. എന്തുകൊണ്ടാണ് അതിനപ്പുറത്തേക്ക് ഒരു ഘട്ടം പോലും കടക്കാത്തത്? ഇപ്പോൾ ഷോൺ ജോർജ് തന്നെ പറയുന്നു, SFIയുടെ അന്വേഷണം ആദ്യം പ്രഖ്യാപിച്ചു, അതിനുശേഷം അത് 8 മാസമായിട്ട് കൂട്ടി നൽകി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ പിണറായി വിജയനെയും അദ്ദേഹത്തിന്റെ പാർട്ടിയെയും ആ മുന്നണിയെയും പ്രഷറിൽ നിർത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണെന്ന് പറഞ്ഞു. അതിനെ സാധൂകരിക്കുന്ന രീതിയിലാണ് കാലാവധി അവസാനിച്ചിട്ടുണ്ടാവുമല്ലോ.